ചേർന്നു. എവിടെയാ അവർ ചേർന്നത്? സ്തോത്രം. റെഡ് സീ, ചെങ്കടൽ പിളർന്ന് ചെങ്കടലിനകത്തേക്ക് അവർ ഇറങ്ങി. അവിടെ നിന്ന് അവർ കയറി പുറത്തു വന്നപ്പോൾ അവർ മോശയോട് ചേർന്നു. ഹല്ലേലൂയ. ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന ഒരു അത്ഭുത പ്രവൃത്തിയിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു വ്യക്തിയോട് ചേരുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. ഞാൻ അവിടെ നിർത്തി. അടുത്ത വാക്യം വായിച്ചേ. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം 50-ാമത്തെ വാക്യം. Luke chapter 12 verse 50. Hallelujah. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം 50-ാമത്തെ വാക്യം. But I have baptism with which to be baptized, and how pressed I am until it is accomplished. Do you think that I have come to give peace on earth? I tell you, no division instead. For from now on, in one house, 5 will be divided. സ്തോത്രം. താങ്ക് യു. 49-ാമത്തെ വാക്യം വായിച്ചു. 50-ാമത്തെ വാക്യം. എങ്കിലും എനിക്ക് ഒരു സ്നാനം ഏൽപ്പാനുണ്ട്, അത് കഴിയുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. യേശുവിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്, എനിക്ക് ഒരു സ്നാനം ഏൽപ്പാൻ ഉണ്ട്. ഏത് സ്നാനമാ യേശുവിന്? യേശു ഓൾറെഡി സ്നാനപ്പെട്ടായിരുന്നു. യോഹന്നാന്റെ കൈക്കീഴിൽ പോയി യേശു സ്നാനപ്പെട്ടായിരുന്നു. സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് യേശു പറയുകയാണ്, എനിക്ക് ഇനി ഒരു സ്നാനം കൂടി ഉണ്ട്. എന്താ യേശു അങ്ങനെ പറഞ്ഞതിന്റെ കാരണം? എന്തായിരുന്നു യേശുവിന്റെ രണ്ടാമത്തെ സ്നാനം? യേശുവിന്റെ രണ്ടാമത്തെ സ്നാനമാണ് കാൽവറിയിലെ മരണം. സ്തോത്രം. ഞാൻ പറയാൻ പോകുന്ന പോയിന്റ് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. കൺഫ്യൂഷൻ ഉണ്ടാകുന്ന പോയിന്റ് ആണ്. യേശു ഭൂമിയിൽ യോഹന്നാന്റെ കൈക്കീഴിൽ പോയി സ്നാനപ്പെട്ടു. എന്നിട്ട് യേശു പറയുകയാണ്, ഇത് കഴിഞ്ഞിട്ട് പറയുക, എനിക്കിനി ഒരു സ്നാനം കൂടി ഉണ്ട്. അതേത് സ്നാനമാണ്? കാൽവറിയിൽ. രണ്ട് കള്ളന്മാരുടെ നടുവിൽ, ഭൂമിക്ക് നടുവിൽ ഇങ്ങനെ തൂങ്ങിക്കിടന്നിട്ട് അവസാനത്തുള്ള രക്തവും എനിക്ക് വേണ്ടി ഒഴുക്കി തരുന്ന ഒരു സ്നാനം. പറയുന്ന പോയിന്റ് ശ്രദ്ധിച്ച് കേൾക്കണമേ. നിങ്ങൾ ഇതിൽ ഏത് സ്നാനമാണ് എടുക്കുന്നത്? യേശു ഈ യോഹന്നാന്റെ കൈക്കീഴിൽ പോയിട്ട് ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിയ സ്നാനമാണോ നിങ്ങൾക്ക് വേണ്ടത്, അതോ ഈ രണ്ടാമത്തെ സ്നാനമാണോ നിങ്ങൾക്ക് വേണ്ടത്? എനിക്കറിയാം ഇപ്പൊ ഇത് മറുപടി പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എളുപ്പമുള്ള കാര്യമല്ല. നമുക്ക് എളുപ്പം ഈ യേശു സ്നാനപ്പെട്ട പോലെ സ്നാനപ്പെടാം. ഇത് പറയുന്ന പോയിന്റ് ശ്രദ്ധിച്ച് കേട്ടോണമേ. മനസ്സിലാകുന്നവർക്കായിട്ട് സ്തോത്രം, മനസ്സിലാകാത്തവർ പിന്നെ മനസ്സിലാക്കണം. യേശു സ്നാനപ്പെട്ടത് കൊണ്ടാണോ നമ്മൾ സ്നാനപ്പെടുന്നത്? അല്ല. ഒത്തിരി പേരും അതേന്നാ ഉത്തരം പറയുന്നത്. അല്ല, യേശു സ്നാനപ്പെട്ട സ്നാനമേ അല്ല നമ്മൾ സ്നാനപ്പെടുന്നത്. പക്ഷെ യേശു സ്നാനപ്പെട്ട രണ്ടാമത്തെ സ്നാനമുണ്ട്, അതാണ് യേശുവിന്റെ കാൽവറി മരണം. അപ്പൊ നമ്മൾ സ്നാനപ്പെടുന്നത് ഈ കാൽവറി മരണത്തോട് താതാത്മ്യം പ്രാപിക്കാനാണ്. യേശുവിന്റെ കാൽവറി മരണത്തോട് താതാത്മ്യം പ്രാപിച്ച് യേശു അടക്കപ്പെട്ട് യേശു ഉയർത്തെഴുന്നേറ്റതിന് സമാനമായി നമ്മൾ മാറാനാണ് നമ്മൾ സ്നാനമേൽക്കുന്നത്. അതുകൊണ്ട് റോമാലേഖനം 6-ാം അധ്യായം വായിച്ചോട്ടെ. റോമാലേഖനം 6-ാം അധ്യായം 4-ാമത്തെ വാക്യം. സ്തോത്രം. വായിച്ചോട്ടെ. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ഞാൻ വിമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാലും നമ്മളിവിടെ പറഞ്ഞു പോകേണ്ട കാര്യമുണ്ട്. സ്തോത്രം. എന്താണ് ഈ പ്രോബ്ലം വിത്ത് ചൈൽഡ് ബാപ്റ്റിസം അല്ലെങ്കിൽ സ്പ്രിംഗ്ലിംഗ് ബാപ്റ്റിസത്തിന്റെ പ്രോബ്ലം എന്താണ്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പിള്ളേരെ സ്നാനപ്പെടുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉണ്ടോ സാറേ? പിള്ളേരെ സ്നാനപ്പെടുത്തി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സാറൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പിള്ളേരെ സ്നാനപ്പെടുത്തി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എത്തുവേ ജെറോമി അമ്മക്ക് സ്നാനപ്പെടുത്തിയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്താ കുഴപ്പം? അവനറിയണം. സ്തോത്രം. നിൽക്കട്ടെ, നമ്മൾ അങ്ങോട്ട് പോകണ്ട, എന്നാലും എളുപ്പത്തിൽ പറയാം. അപ്പം ഉദാഹരണം, ഞാൻ അങ്ങ് മരിച്ചുപോയി, എന്നെ കൊണ്ടുവന്ന് അടക്കുകയാണ്. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഒരു കൾച്ചറുണ്ട്, ഈ അടക്കാൻ നേരത്ത് പെട്ടി കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോൾ ശകലം മണ്ണിങ്ങനെ ഇടും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ശകലം ഇപ്പൊ നമുക്ക് ഈ എന്തുവാ സെമിത്തേരിയിലെ മണ്ണെടുക്കാൻ പേടിയായതുകൊണ്ട് കുറച്ച് പേർ മണല് വേറെ കൊണ്ടേ കൊടുക്കും, അല്ലെങ്കിൽ കുറച്ച് കുന്തിരിക്കം കൊണ്ടേ കൊടുക്കും. അപ്പം ഈ കുന്തിരിക്കം ഇങ്ങനെ നിങ്ങളെല്ലാവരും കൂടെ ഓരോ പിടി കുന്തിരിക്കം ഇട്ടു. മതി പറഞ്ഞേ, പോയേക്കാം പറയോ? ഇല്ല. അപ്പൊ ഇവിടെ പ്രോബ്ലം സ്പ്രിംഗ്ലിംഗ് എന്ന് പറഞ്ഞത് തളിക്കുന്നതിന്റെ കാര്യം പറഞ്ഞതാ. അപ്പം ഈ 4 തുള്ളി മതിയായിരുന്നെങ്കിൽ ഈ സംഗതി ഇട്ടേച്ച് പോയാൽ മതിയായിരുന്നു. അല്ല, അങ്ങനെ അല്ല ഇതിന്റെ സിസ്റ്റം. സ്തോത്രം. ഭൂമിയിൽ എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ.
നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. സ്തോത്രം. പക്ഷേ ധാരാളം പെന്തക്കോസ്തുകാരും ഇന്ന് തെറ്റിദ്ധരിച്ച് സ്നാനപ്പെടുന്നുണ്ട്. ഞാൻ ഒത്തിരി പേരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ സ്നാനപ്പെട്ടത്? അയ്യോ ബ്രദറെ, സ്വർഗത്തിൽ പോയില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ട് സ്നാനപ്പെട്ടതാണ്. സ്നാനപ്പെട്ടതുകൊണ്ട് നിങ്ങൾ അതിന് സ്വർഗത്തിൽ പോകത്തില്ല കേട്ടോ. നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത് സ്നാനത്താലുമല്ല. സ്തോത്രം. നിങ്ങൾ സ്നാനപ്പെട്ടതുകൊണ്ട് രക്ഷിക്കപ്പെടുത്തുമില്ല. കൃപയാൽ വിശ്വാസം മൂലമാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. പറഞ്ഞേ, കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ ഒരു പ്രവൃത്തികളും കാരണമല്ല. നിങ്ങളുടെ സ്നാനം നിങ്ങളെ രക്ഷിക്കപ്പെടുത്തത്തില്ല. കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. പിന്നെന്തിനാ ബ്രദർ സ്നാനപ്പെട്ടത്? യേശു പറഞ്ഞു സ്നാനപ്പെടാൻ, അതുകൊണ്ട് സ്നാനപ്പെട്ടതേ ഉള്ളൂ. ഇറ്റ് ഈസ് ഹിസ് കമാൻഡ്മെന്റ്. യേശുവിന്റെ കൽപ്പനയാണ് സ്നാനപ്പെടണം എന്നുള്ളത്. സ്നാനപ്പെട്ടപ്പോഴാണ് ഞാൻ യേശുവിന്റെ മരണത്തോട് താദാത്മ്യം പ്രാപിച്ചത്, യേശുവിന്റെ അടക്കത്തോടും പുനരുദ്ധാനത്തോടും താദാത്മ്യം പ്രാപിച്ചത്, യേശുവിന്റെ സഭയാകുന്ന ജനക്കൂട്ടത്തിലോട് ഞാൻ ചേർന്നത്, ഞാൻ സഭയുടെ ഭാഗമായത്. ഐ ഐഡന്റിഫൈഡ് മൈസെൽഫ് വിത്ത് ദ ലിവിംഗ് ടെമ്പിൾ ഓഫ് ലിവിംഗ് ഗോഡ്. ജീവനുള്ള ദൈവത്തിന്റെ ജീവനുള്ള സഭയുടെ ഭാഗമായത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. മലയാളം പറഞ്ഞേ, സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. ഒന്നുമില്ലാത്തതിനേക്കാൾ ഭേദമാണ് എന്തെങ്കിലും ഉള്ളത്. അപ്പം ഒരിക്കലും സ്നാനപ്പെടാത്തതിനേക്കാൾ ഭേദമാണ് തളിക്കെങ്കിലും ചെയ്തത്. രക്ഷപ്പെട്ടു പോകരുത് കേട്ടോ. തളിച്ചതിന്റെ നിങ്ങൾ രക്ഷപ്പെടുകയൊന്നും വേണ്ട. എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ, സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. അപ്പൊ മനസ്സിലായല്ലോ, നമ്മൾ യേശു സ്നാനപ്പെട്ട ഏത് സ്നാനമാണ് നമ്മൾ ഏക്കാൻ പോകുന്നത്, ഏറ്റത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒത്തിരി പേര് മനസ്സിലാക്കുന്നത് യേശു യോർദാനിൽ പോയി മുങ്ങിയത് കൊണ്ട് ഞാൻ സ്നാനപ്പെടുകയാണ്. സോറി. ഹല്ലേലൂയ. ഒരു വാക്യം വായിച്ചിട്ട് ഒരു വാക്യം. സ്തോത്രം. എവിടെ വാക്യം ഒന്ന് കണ്ടുപിടിച്ചോട്ടെ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. ഹല്ലേലൂയ. ആക്ട്സ് ചാപ്റ്റർ 19 ആയിരിക്കും. വായിച്ച ആക്ട്സ് ചാപ്റ്റർ 19. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം. ആക്ട്സ് ചാപ്റ്റർ 19 വായിച്ചോ. 19 ആദ്യം മുതലേ വായിച്ചോ. അപ്പൊല്ലോസ് ഗലീലയിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് പൗലോസ് ചോദിച്ചു. യോഹന്നാന്റെ സ്നാനം എന്ന് അവർ പറഞ്ഞു. ഓ, ഞങ്ങൾക്ക് യോഹന്നാന്റെ സ്നാനമാണ് കിട്ടിയത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ഇതാ, യോഹന്നാന്റെ സ്നാനമാണ് യേശുവിനും കിട്ടിയത്. പറഞ്ഞു ബാക്കിയോട് വായിക്കും. യോഹന്നാൻ മാനസാന്തര സ്നാനമത്രേ കഴിപ്പിച്ചത്. പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടാലേ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേ. ആമേൻ. സ്തോത്രം. രണ്ടാമത് സ്നാനപ്പെടാമോ? രണ്ടാമത് സ്നാനപ്പെടാം കേട്ടോ. രണ്ടാമതോ മൂന്നാമതൊക്കെ സ്നാനപ്പെടാം. സ്നാനം ശരിയായില്ലെങ്കിൽ നിങ്ങൾ ഒന്നോട് സ്നാനപ്പെട്ടോണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യമേ ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഒത്തിരി പേർക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. യേശു സ്നാനപ്പെട്ടത് കൊണ്ടാണ് ഞാൻ സ്നാനപ്പെടുന്നത്. അല്ല, യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിനോട് താതാത്മ്യം പ്രാപിക്കാനാണ് ഞാൻ സ്നാനപ്പെട്ടത്. ഈ യേശു സ്നാനപ്പെട്ടത് കൊണ്ട് സ്നാനപ്പെട്ട ഒത്തിരി പേരുണ്ടായിരുന്നു. അവരെല്ലാം നമ്മൾ രണ്ടാമത് സ്നാനപ്പെടുത്തേണ്ടി വന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്തെങ്കിലും സംശയമുണ്ടോ? നോ ഡൗട്ട്സ്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇനി ഒരു ചോദ്യം, യേശു എന്തിനാ സ്നാനപ്പെട്ടത്? എന്റെ ബ്രദറെ, ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ട് വരല്ലേ. ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക. അന്നേരം ബ്രദർ ഇങ്ങനെ ചോദ്യം. പിന്നെ എന്തിനാ യേശു സ്നാനപ്പെട്ടത്? യേശു ഒരിക്കൽ യഹൂദന്മാരോട് ചോദിച്ചു, യോഹന്നാൻ സ്നാനപ്പെട്ടത് എവിടെന്നാ? സ്വർഗത്തിൽ നിന്നാണോ ഭൂമിയിൽ നിന്നാണോ? അവരൊരു സ്വർഗത്തിൽ നിന്നാന്ന് പറഞ്ഞാലും ഭൂമിയിൽ നിന്നാന്ന് പറഞ്ഞാലും നാട്ടുകാരെ നമ്മൾ ഇടിക്കുക. അതുകൊണ്ട് നമുക്ക് മിണ്ടാതിരിക്കാം. എനിക്കറിയാം നിങ്ങൾ മിണ്ടാതിരിക്കുന്നു. ആ പരിപാടി വേണ്ട. ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി. യേശു എന്തിനാ പിന്നെ സ്നാനപ്പെട്ടത്? BCH കോഴ്സ് ഉണ്ട്. സകലതും നിവൃത്തിയാവാൻ. സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു. സകലതും നിവൃത്തിയാവാനാ യേശു സ്നാനപ്പെട്ടത്. പറവണിക്കാരൻ പറഞ്ഞു കേൾക്കാൻ. യേശു എന്തിനാ സ്നാനപ്പെട്ടത്? നമ്മൾ എന്തിനാ സ്നാനപ്പെടുന്നത്? യേശുവിനോട് ചേരുവാൻ. യേശു എന്തിനാ സ്നാനപ്പെട്ടത്? നമ്മോട് ചേരുവാൻ. He identified himself with human beings. He identified himself with mankind. മനുഷ്യവർഗത്തോട് ചേരുവാൻ യേശു സ്നാനപ്പെട്ടു. യേശുവിനോട് ചേരുവാൻ ഞാൻ സ്നാനപ്പെട്ടു. യേശുവും ഞാനും ഒന്നാകുന്ന ഒരു പ്രക്രിയ ഇവിടെ നടക്കുന്നുണ്ട്. സ്തോത്രം. അതാണ് ഈ പറഞ്ഞ വാക്ക്, സകലതും നിവൃത്തിയാകാൻ. എന്താ നിവൃത്തിയാകാൻ? ഹല്ലേലൂയ. കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി യേശു ഭൂമിയിൽ അവതരിച്ചു. എന്തിനാ?
ഹല്ലേലൂയ. ഈ ഈ ഈ ഏദൻ തോട്ടത്തിൽ വെച്ച് നഷ്ടമായി പോയതിനെ തിരിച്ചു കൊണ്ടുവരുവാൻ, ദൈവവും മനുഷ്യനുമായുള്ള ബന്ധം നഷ്ടമായതിനെ തിരിച്ചു കൊണ്ടുവരുവാൻ, സ്വർഗത്തിന്റെ മഹിമ വെടിഞ്ഞ് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി താഴ്ചയുള്ള ദേഹമെടുത്ത് ഈ ഭൂമിയിലേക്ക് യേശു ഇറങ്ങി വന്ന് മനുഷ്യനായി തീർന്നത് യേശുവിന്റെ സ്നാനത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ ഭൂമിയിൽ മനുഷ്യനായി ജീവിക്കുന്ന എന്നെ, മരണത്തിന് വിധേയമായ എന്നെ യേശുവിന്റെ ജീവനിലേക്ക് കൊണ്ടുവരുന്നത് സ്നാനത്തിലാണ്. യേശുവും ഞാനും ഒന്നായി ചേരുന്നത് സ്നാനത്തിലാണ്. യേശു സ്നാനപ്പെട്ട് എന്നോട് ചേർന്നു, ഞാൻ സ്നാനപ്പെട്ട് യേശുവിനോട് ചേർന്നു. ഒരു മുദ്രപത്രത്തിൽ ഒരു എഗ്രിമെന്റ് എല്ലാം എഴുതി ഉണ്ടാക്കിയിട്ട് ഒന്നാമത്തെ പാർട്ടി സൈൻ ചെയ്തു, രണ്ടാമത്തെ പാർട്ടിയും സൈൻ ചെയ്തു. യേശു ആദ്യം സൈൻ ചെയ്തു, ഞാൻ സൈൻ ചെയ്തു. ഇപ്പൊ ഞങ്ങൾക്ക് ഡോക്യുമെന്റ് ഉണ്ട്. ഇപ്പൊ ഇതിനകത്ത് ഞങ്ങളോട് പറയാൻ വേറെ ആരുമില്ല. Now we have a document. യേശുവിന്റെ കയ്യിലും ഡോക്യുമെന്റ് ഉണ്ട്, എന്റെ കയ്യിലും ഡോക്യുമെന്റ് ഉണ്ട്. ഞാൻ യേശുവിന്റെ മകനാണ്, എനിക്ക് നല്ല ബോധ്യമുണ്ട്. യേശുവിന്റെ അപ്പനാണ്, എനിക്ക് നല്ല ബോധ്യമുണ്ട്. യേശുവിനും നല്ല ബോധ്യമുണ്ട്, അവൻ എന്റെ പുത്രനാണ്. യേശു സ്നാനപ്പെട്ട പകല് സ്വർഗം തുറന്നേച്ച ഒരു ശബ്ദം കേട്ടായിരുന്നു. ഓർമ്മയുണ്ടാർക്കെങ്കിലും? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ എന്റെ പ്രിയപുത്രൻ. ഹല്ലേലൂയ. യേശു പിതാവിന്റെ ഡിക്ലറേഷനിൽ വരികയാണ്. എന്താണ്? ഇവൻ എന്റെ പ്രിയപുത്രനാണ്. അപ്പം നമ്മൾ നമ്മള് ജനിച്ച് ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ സ്തോത്രം ഒരു അപ്ഗ്രഡേഷൻ സംഭവിക്കും. അത് നമുക്ക് മനസ്സിലാകത്തില്ല, കാരണം നമുക്ക് ആ കൾച്ചർ ഇല്ല. ഞാൻ ഇങ്ങനെ പറയാമേ, സ്തോത്രം. സെക്കൻഡ്, ഈ റോമൻ കൾച്ചറിൽ നമ്മൾ ഗലാത്യലേഖനം 4-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പദപ്രയോഗമുണ്ട്. എന്തുവാണെന്നറിയാമോ? ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. സ്തോത്രം. ഒന്ന് വായിച്ചേ സാറേ, ഗലാത്യലേഖനം 4-ാം അധ്യായം. എന്റെ ഓർമ്മ 4-ാം അധ്യായമാണ്. പെട്ടെന്ന് വായിച്ചേ. ആദ്യത്തെ 3 വാക്യം. അവകാശി സർവ്വത്തിനും യജമാനനെങ്കിലും ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയും. വല്ലതും മനസ്സിലായോ? ഒന്നുകൂടെ വായിച്ചു സാറേ. അവകാശി സർവ്വത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു. ഇത് റോമൻ കൾച്ചറാണ്. എനിക്കൊരു മകനുണ്ടായി, ഞാൻ ഇദ്ദേഹത്തെ എന്റെ മകനായിട്ട് അംഗീകരിച്ചിട്ടില്ല. എന്റെ വീട്ടിൽ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്, ഞാൻ ശമ്പളം കൊടുക്കുന്നവർ ഇവരുടെ കയ്യിൽ ഇവനെ ഏൽപ്പിക്കും. എന്നിട്ട് ഇവരോട് ഒരു SOP പറയും, സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ്. ഇത്രയും ഒക്കെ ആയി കഴിഞ്ഞാൽ ഇവരെ കൊണ്ടുവരണം. അന്നേരം നമ്മൾ പരസ്യമായിട്ട് പറയും, ഇവൻ എന്റെ മോനാണ്. ഇവൻ അന്നേരമാണ് എന്റെ ലീഗൽ ഹെയർ ആകുന്നത്, ലീഗൽ സൺ ആകുന്നത്, എന്റെ നിയമപ്രകാരമുള്ള സകലത്തിന്റെയും അവകാശിയാകുന്നത്. ജനിച്ചപ്പോൾ ഇവൻ അവകാശിയാണ്, പക്ഷെ അവകാശം പൂർണ്ണമായിട്ട് കിട്ടുമോ ഇല്ലയോ എന്ന് നിശ്ചയമില്ല. പക്ഷെ ഇവൻ ഈ സംഗതി എത്തിക്കഴിഞ്ഞാൽ പിടിച്ചോണ്ട് വന്നിട്ട്, ഇത് റോമൻ കൾച്ചറാണ്, റോമൻ രീതിയാണ്. ഇവനെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കും, ഇവനാണ് എന്റെ മകൻ. ഇനി എന്നെ കാണുന്നതിന് പകരം ഇവനെ കണ്ടാൽ മതി, എല്ലാ കാര്യവും ഇവിടെ തീരും. കിട്ടിയോ? ക്ലിയർ ആണോ? ഇതാണ് ഇവിടെ സംഭവിച്ചത്. യേശുവിന്റെ സ്നാനത്തിൽ ഈ ഡിക്ലറേഷനാണ് വന്നത്, ഇവൻ എന്റെ പ്രിയപുത്രൻ. അപ്പൊ നമ്മള് ഈ യേശുവെ എനിക്ക് അങ്ങേ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ജനനമുണ്ടായി. നിക്കോദോമോസ് രാത്രി വന്നിട്ട് യേശുവിനോട് പറഞ്ഞു, യേശുവേ എങ്ങനെയാണ് ഒരുവൻ പിന്നെയും ജനിക്കുന്നത്? ഒന്ന് വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം, ജോൺ ചാപ്റ്റർ 3. വേഗം വേഗം വേഗം, സമയം തീർന്നു. വായിച്ചോ 1 മുതൽ. There was a man of the Pharisees named Nicodemus, a ruler of Jews. This man came to Jesus at night and said to him, Rabbi, we know that you are the teacher from the God. For no man can do these miraculous signs that you are doing unless God is with him. Jesus answered and said to him, Truly, truly, I say to you, unless a man is born again, he cannot see the kingdom of God. Unless a man did not born again, he cannot see the kingdom of God. നിങ്ങൾ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ, ഇവിടെയും ഒത്തിരി പേര് തെറ്റിദ്ധരിക്കാറുണ്ട് കേട്ടോ. തെറ്റിദ്ധരിക്കുന്ന വാക്യമാണ് വീണ്ടും ജനനം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ സ്നാനപ്പെടുക എന്ന്. അല്ല. വീണ്ടും ജനനം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ, യേശുവേ എനിക്ക് അങ്ങ് ആവശ്യമുണ്ട്, അങ്ങ് എന്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് ഞാൻ യേശുവിനോട് പരസ്യമായിട്ട് ഏറ്റുപറഞ്ഞ ദിവസമാണ് ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചത്, ബോൺ അഗെയിൻ. പക്ഷെ ഈ വീണ്ടും ജനനം പ്രാപിച്ച ഞാൻ
ഈ പ്രിയപുത്രനാകുന്ന ഡിക്ലറേഷൻ സംഭവിക്കുന്നത് എന്റെ സ്നാനത്തിലാണ്. ഞാൻ വളർന്നു, എന്റെ SOP വന്നു, എനിക്ക് വിശ്വാസമായി, ഈ പറഞ്ഞ കാര്യമെല്ലാം എനിക്ക് മനസ്സിലായി. ഐ ബിലീവ് ഇറ്റ്, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പരസ്യമായിട്ട് പറഞ്ഞ് യേശുവിനെ അംഗീകരിച്ച്, ഹല്ലേലൂയ, യേശുവിനെ എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പം എൻ്റെ അകത്ത് സംഭവിച്ച ആ പ്രവൃത്തി പരസ്യമായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്ന സമയമാണ് എൻ്റെ സ്നാനം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ മകനും പ്രിയ മകളുമായി തീരുന്ന ഒരു പ്രവൃത്തി സ്നാനത്തിലുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. ഹല്ലേലൂയ. 23-ാമത്തെ വാക്യോടൊന്ന് വായിക്കണം. ജോൺ ചാപ്റ്റർ 3 അല്ലേ കയ്യിലിരിക്കുന്നത്? 23 കൂടെ ഒന്ന് വായിച്ചു. 23. യോഹന്നാൻ ശാലേമിനടുത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. ആളുകൾ വന്ന് സ്നാനമേറ്റു. മതി, അന്ന് യോഹന്നാനെ തടവിലാക്കിയിരുന്നില്ല. നിർത്തി. ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുക. നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ പിന്നീട് സംസാരിക്കാം. നമുക്കിതിന്റെ ബാക്കി പിന്നെ സംസാരിക്കാം. The last point what I want to bring it. യോഹന്നാൻ എവിടെ സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്നത്? സ്ഥലത്തിന്റെ പേര് എഴുതിയിട്ടുണ്ട്, ഐനോൻ. യോഹന്നാൻ എവിടെ സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്നത്? ഏത് രാജ്യത്തായിരുന്നു? നിങ്ങൾക്കറിയാവുന്ന ജോഗ്രഫി പറഞ്ഞാട്ടെ. എവിടായിരുന്നു യോഹന്നാൻ സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്നത്? യോർദാൻ. നമ്മുടെ ഈ സൗദി അറേബ്യയുടെ അതിർത്തിയിലാണ് ജോർദാൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഇവിടുത്തെ the point what I want to bring, എനിക്ക് പറയാനുള്ള പോയിന്റ് ഇതാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ സ്നാനപ്പെടാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒക്കെ സ്നാനപ്പെടാൻ കഴിയത്തില്ല. ഒത്തിരി പേര് എക്സ്ക്യൂസ് പറയുന്നത്, ബ്രദറെ വെള്ളം കുറവായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് സ്നാനപ്പെടുവാണ്. എന്റെ പൊന്നു സഹോദര, യേശു സ്നാനപ്പെടുമ്പോൾ അവിടെ മരുഭൂമിയായിരുന്നു. യോഹന്നാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് വെറും പാറകളും മരുഭൂമിയായിട്ട് കിടക്കുന്ന സ്ഥലത്തായിരുന്നു. അപ്പൊ എന്നാ പിന്നെ പുള്ളിക്കായിരുന്നു ഏറ്റവും നല്ല എക്സ്ക്യൂസ് പറയാനുണ്ടായിരുന്നത്. തീരെ വെള്ളം കുറവാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ശകലം വെള്ളമുള്ളതെന്ന് പറയാറുണ്ട്. അവരവിടുന്ന് വെള്ളമുള്ള സ്ഥലത്തോട്ട് പോയി. അവര് നല്ല വെള്ളമുള്ള സ്ഥലത്തോട്ട് പോയി. അവര് ഷാലോ വാട്ടറിലല്ല സ്നാനപ്പെട്ടത്. അവര് മുഴുവനായിട്ട് മുങ്ങാൻ കഴിയുന്ന വെള്ളമുള്ള സ്ഥലം കണ്ടുപിടിച്ച് അവിടെ പോയി സ്നാനപ്പെട്ടു. ഇനിയും നിങ്ങൾ എക്സ്ക്യൂസ് പറയുന്നത് വെള്ളമില്ലാത്തതുകൊണ്ടാണ്, സ്ഥലം ദൂരെ ആയതുകൊണ്ടാണ് എന്നൊന്നും എക്സ്ക്യൂസ് പറയാൻ എനിക്കും നിങ്ങൾക്കും ബൈബിൾ വായിച്ചാൽ കഴിയത്തില്ല. കാരണം ഇതങ്ങനെയാണ് ഇത് ആരംഭിച്ചതും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് അതിനിടയിൽ പലപ്പോഴും പല അബദ്ധങ്ങളും ഒക്കെ എല്ലാവർക്കും പലർക്കും പറ്റിയിട്ടുണ്ട്. വിട്ട് കളഞ്ഞേക്കാം. നമ്മൾ അതിനെ നമ്മുടെ വിഷയമാക്കണ്ട. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കുക, യേശു എന്നോട് ചേർന്നത് സ്നാനത്തിലൂടെയാണെങ്കിൽ ഞാൻ യേശുവിനോട് ചേരുന്നതും സ്നാനത്തിലൂടെയാണ്. ഈ സ്നാനപ്പെട്ട് കഴിയുമ്പം നിങ്ങൾ മനസ്സിൽ കാണണം, ഒരു നല്ല മുദ്രക്കടലാസിൽ എല്ലാ ഡിക്ലറേഷനും എഴുതി, സകല അവകാശവും എഴുതി, പാർട്ടി 1ഉം പാർട്ടി 2ഉം സൈൻ ചെയ്ത് ഐ ഹാവ് എ റൈറ്റ്സ്. എന്റെ കയ്യിൽ പേപ്പർ ഉണ്ട്, ഐ ഹാവ് എ ഡോക്യുമെന്റ്. യേശു ഒപ്പിട്ടതിന്റെ ഇപ്പുറത്ത് ഞാനും ഒപ്പിട്ടിരിക്കുന്നു. സന്തോഷമുണ്ടോ? സ്തോത്രം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. നല്ല പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ അരിമനാഥൻ സ്വർഗത്തിന്റെ മഹിമ വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളോട് ചേരുവാൻ സ്നാനമേറ്റു. യേശുവിനോട് ചേരുവാൻ ഞങ്ങൾ സ്നാനമേൽക്കുവാൻ, യേശുവിനെ ധരിക്കുവാൻ, യേശുവിന്റെ കൂടെ നടക്കുവാൻ, യേശുവിന്റെ പുതുജീവൻ പ്രാപിക്കുവാൻ കർത്താവേ ഞങ്ങളെ ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ വെള്ളിയാഴ്ച രാവിലെ ഈ സത്യം ഒരിക്കൽ കൂടി പ്രസംഗിക്കുവാൻ, പരസ്യമായിട്ട് പ്രസ്താവിക്കുവാൻ കർത്താവ് ഭാഗ്യത്തിനായിട്ട് നന്ദി പറയുന്നു. കർത്താവേ, യേശുവിന്റെ സകല അനുഗ്രഹങ്ങളും ഇന്ന് ഞങ്ങളുടെ മേൽ വരണം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.